ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹിന്ദി ബേസിക്സിലെ കുറച്ച് വൊക്കാബുലറി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകളാണ്. ഇത് നിങ്ങൾ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സെൻറ്റൻസ് ഫോർമേഷനിൽ ഇടയ്ക്കും വിട്ട് എന്താ പറയുക, നമ്മൾ സ്റ്റക്ക് ആവുന്ന ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ രണ്ട് വേർഡ്സിന് തമ്മിൽ നമ്മുടെ രണ്ട് ആശയങ്ങൾ തമ്മിൽ ഒരുമിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേർഡ്സുകളാണ്. അപ്പോൾ നമുക്കത് ഓരോ വേർഡ്സുകളിലേക്കും നമുക്ക് പോയി നോക്കാം. ആദ്യമായിട്ട് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും, ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് പോവാം. ലേക്കിൻ എന്നൊരു വാക്ക്, അതിൻ്റെ അർത്ഥം വേണ്ടി എന്നാണ്. ഓക്കെ, അടുത്തത് ചാഹിയെ. ചാഹിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നാണ്. അടുത്ത വാക്ക് ലേക്കിൻ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലേക്കിൻ എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഹിന്ദീൻ്റെ ഒരു ആൻസർ ഷീറ്റ് നോക്കിയാൽ ലേക്കിൻ 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 കേലിയെ, ഇതൊക്കെ ഫുൾ നമുക്കൊരു എന്താ പറയുക, ഒരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു വരി എഴുതാനുണ്ടോ, ഒരു ലൈൻ എഴുതാണ്ട്, ആ ഒരു ലൈനിൽ ഇസ്ലിയെ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കാണാം. ആ ഒരു വേർഡും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇസ്ലിയെ. ഇസ്ലിയെ ഇസ്ലിയെ അങ്ങനെ എന്നുള്ളൊരു അസ് എ റിസൾട്ട് എന്നൊരു റിസൾട്ട്, ഒരു മീനിങ് ആണ് എഴുതുന്നത്. സോ ഇതൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്, നമുക്ക് ആൻസർ ഷീറ്റിൽ എപ്പോഴും കാണുന്നതാണ്. ഐസാബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും. അടുത്തത് എളുപ്പമാണ്, യഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ. വഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ. നിങ്ങൾക്ക് ഇപ്പം മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടവർക്ക് ഈ ഈയും യായും വായും ആയും തമ്മിൽ ഹിന്ദിയിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ എപ്പോഴും ഈ യാ ഉ വ ഈ വേർഡുകൾ, ഈ 4 വാക്കുകൾ എപ്പോഴും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മുന്നത്തെ ക്ലാസ് കണ്ടവർക്ക് ഇത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ആ ഒരു 2 എണ്ണം, യഹും വഹും. യഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ, വഹ് എന്ന് പറഞ്ഞാൽ അവിടെ. കബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നാണ്. അഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും. ലേഖ അതുപോലെ എക്സാം പേപ്പറിലും നമ്മുടെ ആൻസർ ഷീറ്റിലും ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും എപ്പോഴും കാണുന്നൊരു വേർഡാണ് ലഗ. ലഗ എന്ന് ശരിക്കും നമ്മൾ സെൻറ്റൻസിനനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നൊരു വാക്കും കൂടിയാട്ടോ. തോന്നുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കർണ. കർണ എന്ന് പറയാൻ നിങ്ങൾക്കറിയായിരിക്കും, ചെയ്യുക. തോന്നുക തുടങ്ങി എന്നൊക്കെ വരും കേട്ടോ ഈ ലഗയ്ക്ക്. അതുപോലെ അടുത്തത് ഐസി. ഐസി എന്ന വാക്കിൻ്റെ അർത്ഥം എപ്രകാരം എന്നാണ്. ഇനി ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ശരിക്കും അത്ര യൂസിൽ കാണലില്ല, വാസ്തവത്തിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരിക കേട്ടോ. വൈസ എന്ന് പറഞ്ഞാൽ അത്രയും. ഇനി അബ് കബ് തബ്, അതെപ്പോഴും പഠിച്ചിരുന്നു. അബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ. കബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പഠിച്ചിരുന്നു എപ്പോൾ. അടുത്തത് തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നാണ്. അപ്പൊ അബിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോഴും. ഇനി ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്നിരുന്നാലും കേട്ടോ. ഒരു കാലത്ത് ഇത് ആൻസർ ഷീറ്റിൽ ട്രെൻഡിങ് ആയിരുന്ന ഒന്നായിരുന്നു. ഇനി അടുത്തത് പ്രക്രിയ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. ഷായദ് എന്ന് പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാണാൻ പറ്റും. ഷായദൊക്കെ, ഷായദ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ എന്ന. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി, ചാഹി എന്ന് പറഞ്ഞാൽ വേണം, ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്നാൽ, ഐസാബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും, യഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ, വഹാം എന്ന് പറഞ്ഞാൽ അവിടെ, കബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, അഭി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. ഇനി അബീബി, ഇത് ഇവിടെ കണ്ടോ, അബീബി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. ലഖ എന്ന് പറഞ്ഞാൽ തോന്നുക, തുടങ്ങുക എന്നൊക്കെ. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഐസ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ദറൗസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ, വൈസ എന്ന് പറഞ്ഞാൽ അത്രയും, അബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ, കബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, തബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അബീബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ,
ഹലോങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിരുന്നാലും, പ്രക്രിയ എന്ന് പറഞ്ഞ പ്രവർത്തനം, ഷായത് എന്ന് പറഞ്ഞ ഒരു പക്ഷേ. അടുത്തത് സീധി എന്ന് പറഞ്ഞ നേരെ, നേരെ അങ്ങോട്ട് പോയി, ആ ഒരു നേരെ കേട്ടോ. കം ഹോ ജായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറഞ്ഞു വരിക എന്നാട്ടോ. കം എന്ന് പറഞ്ഞാൽ കുറയുക, ഹോ ജായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു വരിക എന്നാണ്. സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, താല്പര്യം. ലാലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. ഐസാക്യോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ ആണല്ലോ. ഹരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം. പർസാദ് എന്ന് പറഞ്ഞ അനുഗ്രഹം. ഈ അനുഗ്രഹം എപ്പോഴും കാണുന്നത് ലെറ്റർ ഉണ്ടല്ലോ, എക്സാംസിന് നമ്മളെ എല്ലാ ക്ലാസ്സുകാരാണേലും ഈ ലെറ്റർ ചോദിക്കുമ്പോൾ എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ബർസാത്ത. ഇനി ബച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബച്ചാവോ ബച്ചാവോ, രക്ഷപ്പെടുക. എനിക്ക് തോന്നുന്നു ആ പച്ചക്കുതിര എന്നുള്ള സിനിമയ്ക്ക് ശേഷം ബച്ചാവോ എല്ലാവർക്കും അറിയായിരിക്കും. ബരാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എന്നുള്ളതാണ്, ഈക്വൽ. വിദ്രോഹം എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. എതിർപ്പ് അല്ലെങ്കിൽ വിദ്രോഹം അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു എഴുതേണ്ടത് നിങ്ങൾ പഠിച്ചു വെക്കണേ. ആ ഒരു ലെറ്റേഴ്സും അതെങ്ങനെയാണെന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നോക്കുക. മാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാം, കണക്കാക്കുക. നന്നായിട്ട് യൂസിൽ വരുന്നതാണ്. ഒരു ചാപ്റ്ററൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നന്നായിട്ട് വരും. ഇത് പകരം എന്നാട്ടോ ബൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാപ്പി കുച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വേണ്ടുവോളം. പുക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളി. ഗർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം. വാപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ. ഓക്കെ ആണല്ലോ. സീത എന്ന് പറഞ്ഞാൽ നേരെ. കം ഹോ ജായേങ്ക എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരിക. രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യം. ലാലച്ച് ആഗ്രഹം. ഐസാക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ. ഹർജ് എന്ന് പറഞ്ഞ കുഴപ്പം. പർസാദ് എന്ന് പറഞ്ഞ അനുഗ്രഹം. ബച്ച് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. ബരാബർ എന്ന് പറഞ്ഞാൽ ഈക്വൽ. വിദ്രോഹം എന്ന് പറഞ്ഞ എതിർപ്പ്. മാൻത എന്ന് പറഞ്ഞ കണക്കാക്കുക. ബാലിക് എന്ന് പറഞ്ഞ പകരം. കാഫി കുച്ച് എന്ന് പറഞ്ഞ വേണ്ടുവോളം. പുകാർ എന്ന് പറഞ്ഞ നിലവിളി. ഗർവ് എന്ന് പറഞ്ഞ അഭിമാനം. വാപ്പസ് എന്ന് പറഞ്ഞ തിരി. ഇപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഏകദേശം ഒരു 2 സ്ലൈഡിലായിട്ട് വളരെ കുറച്ച് വേർഡ്സ് മാത്രമേ നമ്മളിന്ന് പഠിച്ചു പോയിട്ടുള്ളൂ. ഈ പഠിച്ചത് അത്രയും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഇപ്പോൾ ചിലത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എളുപ്പമുള്ളത് അത്രയും നിങ്ങളൊരു ചെറിയൊരു ഹിന്ദി വൊക്കാബുലറി ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലാണെങ്കിലും 6ാം ക്ലാസ്സിലാണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും 12ാം ക്ലാസ്സിലാണെങ്കിലും 11th അടുത്തൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇനിയും യൂസ്ഫുൾ ആവുന്ന കുറച്ച് വൊക്കാബുലറി, നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെക്കുമല്ലോ, അതുപോലെ കുറച്ച് വൊക്കാബുലറി നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അതെപ്പോഴും അടുത്തൊരു ക്ലാസ്സിലേക്ക്. ഇപ്പോൾ 12th ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പോകുമ്പോഴും സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാകും. ഹിന്ദിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും അത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു വൊക്കാബുലറി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ എപ്പോഴും എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കുറച്ച് വൊക്കാബുലറി എപ്പോഴും സൂക്ഷിക്കുക. ബിയോണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനപ്പുറം, ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് വേർഡ്സ് ഉണ്ടാവില്ല, എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് എഴുതുമ്പോൾ. പക്ഷേ ഇതല്ലാതെ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് നിങ്ങൾ ചെറിയൊരു വൊക്കാബുലറി ആക്കി നിങ്ങൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒരു ചെറിയൊരു പോക്കറ്റ് ആയിരുന്നില്ല. സോ നിങ്ങൾ ഗ്രാമറിൻ്റെ കൂടെ ഇതും കുറച്ച് അത്യാവശ്യമുള്ള വളരെ കുറച്ച് നിങ്ങൾ എത്രമാത്രം ചുരുക്കാവോ അത്രയും നിങ്ങളത് നന്നായി പഠിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഹിന്ദിയോട് താല്പര്യമുള്ളവർ അത് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് നിങ്ങളുടെ വൊക്കാബുലറി ഒന്നും കൂടെ നന്നാക്കി സെറ്റ് ചെയ്യുക. പക്ഷേ അത്രയും വേണ്ട. നിങ്ങൾ ആൾക്കാർ എക്സാമിന് മാത്രം നോക്കുന്നവരാണെങ്കിൽ വളരെ ചെറിയൊരു വൊക്കാബുലറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ താങ്ക് യു സോ മച്ച്.